ഹായ് ഫ്രണ്ട്സ്, നമ്മൾ സയൻസ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം മൂന്നാമത്തെ പാർട്ടിൽ എത്തിയിരിക്കുന്നു. നോക്കിയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവമുണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു, തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു. ഈ അവസ്ഥയുടെ പേര് ഗ്ലോക്കോമ, തിമിരം, സിറോഫ്താൽമിയ, നിശാന്തത. ആൻസർ വരുന്നത് സിറോഫ്താൽമിയയാണ്. വൈറ്റമിൻ എ നോക്കാം. വൈറ്റമിൻ എ കരളിൽ ശേഖരിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ്. വൈറ്റമിൻ എ കണ്ണുകളുടെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ആണ്. ബ്രൈറ്റ് ഐ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. ബ്രൈറ്റ് ഐ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. ഈ വൈറ്റമിൻ എയുടെ ആദ്യ രൂപമാണ് ബീറ്റാ കരോട്ടിൻ. ബീറ്റാ കരോട്ടിൻ. അതുകൊണ്ട് തന്നെ ബീറ്റാ കരോട്ടിൻ ജീവകം എയുടെ പ്രോ വൈറ്റമിൻ ആണെന്ന് പറയാം. പ്രോ വൈറ്റമിൻ ആണ് ബീറ്റാ കരോട്ടിൻ. എന്തൊക്കെയാണ്? കരളിൽ ശേഖരിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ്. കണ്ണുകളുടെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ആണ്. ബ്രൈറ്റ് ഐ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. ആദ്യ രൂപം ബീറ്റാ കരോട്ടിൻ. വൈറ്റമിൻ എയ്ക്ക് ആ പേര് കൊടുത്തത് എൽമർ വെർണർ മക്കുലോ ആണ്. എൽമർ വെർണർ മക്കുലം. വൈറ്റമിൻ എ ആദ്യമായി വേർതിരിച്ചെടുത്തതും ഇവരാണ്, എൽമർ വെർണർ മക്കുലം ആൻഡ് മാർഗരറ്റ് ഡേവിഡ് ആണ്. ഇലക്കറികളിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ പ്രോ വൈറ്റമിൻ ആണ് ബീറ്റാ കരോട്ടിൻ. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു കരോട്ടിൻ ആണ്. കരോട്ടിൻ. ക്യാരറ്റിന് ഓറഞ്ച് നിറം നൽകുന്നത് കരോട്ടിനാണ്. ക്യാരറ്റിന് ഓറഞ്ച് നിറം നൽകുന്നത് കരോട്ടിനാണ്. വൈറ്റമിൻ എയിൽ നിന്നുണ്ടാകുന്ന റോഡ് കോശങ്ങളിലെ ഘടകം റെറ്റിനാലാണ്. റെറ്റിനാൽ. വൈറ്റമിൻ എ എന്താണ്? റെറ്റിനോൾ ആണ്. റെറ്റിനോൾ ആണ് വൈറ്റമിൻ എയിൽ നിന്നുണ്ടാകുന്ന റോഡ് കോശങ്ങളിലെ ഘടകമാണ് റെറ്റിനാൽ. പാലിൽ സുലഭമായിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. തേനിൽ സമൃദ്ധമായി കാണപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. അപ്പോൾ ഇലക്കറികളിൽ നിന്ന് ധാരാളമായിട്ട് ലഭിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ഉമിനീരിൻ്റെ pH മൂല്യം റേഞ്ചാണ് തന്നിരിക്കുന്നത്. 8 to 8.5, 1.5 to 3.5, 7 to 8.5, 6.2 to 7.6. ആൻസർ വരുന്നത് 6.2 to 7.6 ആണ്. കുറച്ച് pH വാല്യൂസ് തന്നിട്ടുണ്ട്, ഇത് പഠിച്ചു വെക്കുക. HCl ആണെങ്കിൽ 1 ആണ്. ദഹനരസം 1.5 to 3.5. നാരങ്ങ വെള്ളം 2.2 to 2.4 ആണ്. വിനെഗർ ആണെങ്കിൽ 4.2 ആണ്. ബിയർ 4.5, കാപ്പി 5, ചായ 5.5, ആസിഡ് മഴ 5.6, മൂത്രം 6. ഇവിടെ മൂത്രം 6 എന്നാണ് തന്നിരിക്കുന്നത്. ആ ഒരു റേഞ്ച് നോക്കിയിട്ട് ആൻസർ എഴുതുക. ഉമിനീര് 6.2, പാല് 6.4, ശുദ്ധജലം 7 ആണ്. മനുഷ്യരക്തം 7.4 ആണ്. കണ്ണുനീര് 7.4 ആണ്. കടൽ ജലം 7.5 to 8.4 ആണ്. സോപ്പ് 7.5 to 9. ടൂത്ത് പേസ്റ്റ് 8.7, ലൈം വാട്ടർ 10.5 ആണ്. അപ്പോൾ pH വാല്യൂ 7ൽ കുറയുന്നത് എന്താണ്? 7ൽ കുറയുന്നത് അസിഡിക് ആണ്. 7ൽ കൂടുന്നത് ബേസിക് ആണ്. അതും ഓർത്തിരിക്കുക. ഇനി ആഗോളതാപനത്തിന് കാരണമായ ഹരിതഗ്രഹ വാതകങ്ങളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത് ഏതാണ്? ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്. ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകുന്ന വാതകങ്ങൾ പഠിച്ചു വെക്കണം. എപ്പോഴും ചോദിക്കുന്നത് ഇതാണ്, ഓർത്തിരിക്കുക. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, ക്ലോറോ ഫ്ലൂറോ കാർബൺ, നൈട്രസ് ഓക്സൈഡ്. N2O എന്താണ്? നൈട്രസ് ഓക്സൈഡ് ആണ്. ഇനി ആറ്റത്തിലെ ചാർജില്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ജെ തോംസൺ, ഏണസ്റ്റ് റുദർഫോർഡ്, ജെയിംസ് ചാഡ്വിക്, ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ ആണ്. അപ്പോൾ ആരാണ് ന്യൂട്രോണിനെ കണ്ടെത്തിയത്? അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയുന്നതാണ് പെൻ RTC അല്ലേ? പെൻ RTC. പ്രോട്ടോൺ കണ്ടെത്തിയത് റുദർഫോർഡ്, ഇലക്ട്രോൺ തോംസൺ, ജെ തോംസൺ. ന്യൂട്രോൺ ആണെങ്കിൽ ചാഡ്വിക്ക്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ന്യൂട്രോൺ ആണ് അല്ലേ? ന്യൂട്രോണിനെ കണ്ടെത്തിയത് ആരാണ്? ചാഡ്വിക് ആണ്. ജെയിംസ് ചാഡ്വിക് ആണ്. ഇലക്ട്രോൺ നോക്കുക, നെഗറ്റീവ് ചാർജ് ആണ്. മാസ് തീരെ കുറവാണ്. ന്യൂക്ലിയസിന് പുറത്തായിട്ടാണ് കാണപ്പെടുന്നത്. ഇലക്ട്രോൺ കാണപ്പെടുന്നത് ന്യൂക്ലിയസിന് പുറത്താണ്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ആൾക്കാരാണ് പ്രോട്ടോണും ന്യൂട്രോണും. പ്രോട്ടോണും ന്യൂട്രോണുമാണ് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്നത്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഇനി പ്രോട്ടോണിൻ്റെ മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ്. ന്യൂക്ലിയസിൽ ആണ് കാണുന്നത്.
ന്യൂട്രോൺ ചാർജ് ഇല്ല, ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ് മാസ്, ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു. അപ്പോൾ കണ്ടുപിടിച്ച ആളുകളെ പഠിച്ചിരിക്കുക. പ്രോട്ടോൺ ആണെങ്കിൽ ഏണസ്റ്റ് റുദർഫോർഡ് ആണ്, ഇലക്ട്രോൺ ജെ തോംസൺ, ന്യൂട്രോൺ ചാഡ്വിക്. ഒരാറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെ ആ ആറ്റത്തിൻ്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നു. ഒരാറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെയാണ് ആ ആറ്റത്തിൻ്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ സെഡ് എന്ന അക്ഷരം ഉപയോഗിച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. സെഡ് എന്താണ്? അറ്റോമിക് നമ്പർ ആണ്. മാസ് നമ്പർ എങ്ങനെ സൂചിപ്പിക്കുക? മാസ് നമ്പറയെ വെച്ചിട്ടാണ് സൂചിപ്പിക്കുക. ഇനി അറ്റോമിക നമ്പർ എന്താണ്? പ്രോട്ടോണുകളുടെ എണ്ണമാണ്, ഇലക്ട്രോണുകളുടെ എണ്ണവുമാണ്. അറ്റോമിക നമ്പർ പ്രോട്ടോണുകളുടെ എണ്ണവുമാണ്, ഇലക്ട്രോണുകളുടെ എണ്ണവുമാണ്, രണ്ടും സെയിം ആണ്. ഇനി മാസ് നമ്പർ പ്രോട്ടോണുകളുടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവും തമ്മിൽ കൂട്ടിയതാണ് മാസ് നമ്പർ. ആ ന്യൂക്ലിയസിനുള്ളിലുള്ള രണ്ടാൾക്കാരില്ലേ, പ്രോട്ടോണും ന്യൂട്രോണും, അവരെ തമ്മിൽ കൂട്ടിയതാണ് മാസ് നമ്പർ. ഇനി ന്യൂട്രോണുകളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം? ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ മാസ് നമ്പറിൽ നിന്ന് പ്രോട്ടോണിൻ്റെ എണ്ണം കുറച്ചാൽ മതി അല്ലേ? മാസ് നമ്പറിൽ നിന്ന് പ്രോട്ടോണിൻ്റെ എണ്ണം കുറച്ചാൽ മതി. പ്രോട്ടോണിൻ്റെ എണ്ണം തന്നെയാണ് അറ്റോമിക നമ്പറും ഇലക്ട്രോണിൻ്റെ എണ്ണവും. അതുകൊണ്ടാണ് ഇവിടെ അറ്റോമിക നമ്പർ എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? എല്ലാ അയിരുകളും ധാതുക്കളാണ്, എല്ലാ ധാതുക്കളും അയിരുകളല്ല. ആൻസർ വരുന്നത് 1ഉം 2ഉമാണ്. 1ഉം 2ഉം ശരിയാണ്. ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ ആ ലോഹത്തിൻ്റെ അയിര് എന്ന് വിളിക്കാം. എന്താണ്? ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നു എങ്കിൽ അതിനെ ആ ലോഹത്തിൻ്റെ അയിര് എന്ന് വിളിക്കാം. അതുകൊണ്ട് എന്താണ്? എല്ലാ അയിരുകളും, ധാതുവിൽ നിന്നാണല്ലോ അയിരെടുക്കുന്നത്, അതുകൊണ്ട് എല്ലാ അയിരുകളും ധാതുക്കളാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്. പക്ഷെ എന്താണ്? എല്ലാ ധാതുക്കളും അയിരുകളല്ല. എല്ലാ ധാതുക്കളും അയിരുകളല്ല. ഇവിടെ കണ്ടോ ചോദിച്ചിരിക്കുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. അലുമിനിയത്തിൻ്റെ ധാതുക്കളിൽ ഈ പ്രത്യേകതകൾ, ഏത് പ്രത്യേകത? എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന അയിര് ഏതാണ്? അത് ബോക്സൈറ്റ് ആണ്. അലുമിനിയം എടുക്കുമ്പം അത് ബോക്സൈറ്റ് ആണ്. അതുകൊണ്ട് ബോക്സൈറ്റ് ആണ് അലുമിനിയത്തിൻ്റെ അയിര്. എല്ലാ അയിരുകളും ധാതുക്കളാണ്, എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകളല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക. സോഡിയം ആൽക്കലി ലോഹം, കാൽസ്യം സംക്രമണ ലോഹം, അലുമിനിയം ബോറോൺ കുടുംബം, ക്ലോറിൻ ഉത്കൃഷ്ടവാതകം. ഇതിൽ തെറ്റായിട്ടുള്ളതാണ് തിരിച്ചറിയേണ്ടത്. 2ഉം 4ഉമാണ് തെറ്റായിട്ടുള്ളത്. 2ഉം 4ഉം തെറ്റാണ്. എന്താണ്? സോഡിയം ആൽക്കലി ലോഹമാണ്. സോഡിയം ആൽക്കലി ലോഹമാണ്. ഇത് നോക്കാം. ഇതൊരു പീരിയോഡിക് ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് എന്താണ്? ആൽക്കലി ലോഹങ്ങളാണ്. ആൽക്കലി ലോഹങ്ങളാണ്. അതിലാണ് സോഡിയം വന്നിരിക്കുന്നത്. രണ്ടാമത്തത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. കാൽഷ്യം എന്താണ്? ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളാണ്. ഇവിടെ കാൽസ്യം സംക്രമണ ലോഹം എന്നാണ് തന്നിരിക്കുന്നത്. കാൽസ്യം വരുന്നത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളാണ്. രണ്ടാമത്തെ ഗ്രൂപ്പിലാണ് വരുന്നത്. ഇനി 3 മുതൽ 12 വരെ എന്താണ്? 3 മുതൽ 12 വരെ ഡി ബ്ലോക്ക് ആണ്. സംക്രമണ മൂലകങ്ങൾ. ഇനി എഫ് ബ്ലോക്ക് എന്താണ്? അന്തസംക്രമണ മൂലകങ്ങളാണ് എഫ് ബ്ലോക്ക്. 13 to 18 ആണ് പി ബ്ലോക്ക്. 13 to 18 ആണ് പി ബ്ലോക്ക് വരുന്നത്. അതിൽ 13 ബോറോൺ ഫാമിലി, 14 കാർബൺ ഫാമിലി, 15 നൈട്രജൻ ഫാമിലി, 16 ഓക്സിജൻ ഫാമിലി, 17 എന്ത് ഫാമിലിയാണ്? 17 ഫ്ലൂറിൻ ഫാമിലി, 18 ഹീലിയം ഫാമിലി എന്ന് പറയാം. പിന്നെ എന്താണ്? അലസവാതകങ്ങൾ, ഉത്കൃഷ്ടവാതകങ്ങൾ, പിന്നെ ഇനേർട്ട് ഗ്യാസസ്, റെയർ ഗ്യാസസ് എന്നൊക്കെ പറയുന്നത് ഇതാണ്. റെയർ ഗ്യാസസ് അപൂർവ വാതകങ്ങളാണ് 18ാം ഗ്രൂപ്പിലുള്ളത്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ, ഓർഗാനസൺ എന്താണ്? ഉത്കൃഷ്ട വാതകങ്ങളാണ്. അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ക്ലോറിൻ ഉത്കൃഷ്ടവാതകം എന്നാണ് തന്നിരിക്കുന്നത്. ക്ലോറിൻ എന്താണ്? ക്ലോറിൻ 17ാമത്തെ ഗ്രൂപ്പിൽ വരുന്നതാണ് അല്ലേ? ഇവിടെയാണ് ക്ലോറിൻ വന്നിരിക്കുന്നത്. 17ാമത്തെ ഗ്രൂപ്പിലാണ് വരുന്നത്. അത് ഫ്ലൂറിൻ ഫാമിലിയാണ്. ഹാലജൻസ് ആണ്. ഇതെന്താണ്? ഈ ഗ്രൂപ്പ് എന്താണ്? 17ാമത്തെ ഗ്രൂപ്പ് ഹാലജൻസ് ആണ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ എന്താണ്? ഹാലജൻസ് ആണ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ ഹാലജൻസ് ആണ്. 18ാമത്തെ ഗ്രൂപ്പ് ഉത്കൃഷ്ടവാതകങ്ങൾ, ഇനേർട്ട് ഗ്യാസസ്,
റെയർ ഗ്യാസസ് എന്നൊക്കെ അറിയപ്പെടുന്നത് 18ാം ഗ്രൂപ്പാണ് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ, ഓർഗാനിസം. ഇനി ഒരു ജലതന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ അറ്റോമിക മാസിലുള്ള അനുപാതം എത്രയാണ്? അറ്റോമിക മാസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ജലതന്മാത്ര എന്ന് പറയുമ്പോൾ എന്താണ്? H2O ആണ് അല്ലേ? ഹൈഡ്രജനും ഓക്സിജനും, 2 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ് ഉള്ളത്. അപ്പോൾ ഹൈഡ്രജൻ്റെ അറ്റോമിക നമ്പർ 1 ആണ്. ഹൈഡ്രജൻ്റെ അറ്റോമിക നമ്പർ 1 ആണ്. അറ്റോമിക മാസ് എത്രയാണ്? അതും 1 ആണ്. അപ്പോൾ ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, അപ്പോൾ 2 വരും. 2 പ്ലസ് ഓക്സിജൻ്റെ അറ്റോമിക നമ്പർ എത്രയാണ്? ഓക്സിജൻ്റെ 8 ആണ്. ഓക്സിജൻ്റെ അറ്റോമിക നമ്പർ 8 ആണ്. അറ്റോമിക മാസ് വരുമ്പം ഇതിൻ്റെ ഇരട്ടി വരും. 16 ആണ് ഓക്സിജൻ്റെ അറ്റോമിക മാസ്. അറ്റോമിക മാസ് 16 ആണ്. അപ്പോൾ ഇവിടെ 16 കൊടുത്തു. ഓക്കെ, 2ഉം 16ഉം ആണ് വരുന്നത്. ഈ പ്ലസിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു, കാരണം നമുക്ക് റേഷ്യോ അല്ലേ കണ്ടുപിടിക്കണ്ടേ. ഓക്കെ, പ്ലസ് വേണ്ട, 2 കുത്തു മതി. ഓക്കെ, അപ്പോൾ 2ഉം 16ഉം ആണ് വരുന്നത്. ഇതിനൊന്ന് ചെറുതാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1:8 കിട്ടും. ഇതാണ് ആൻസർ, 1:8. അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അറ്റോമിക മാസ്, മോളിക്കുലാർ മാസൊക്കെ കണ്ടുപിടിക്കുന്നതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ കേട്ടിരുന്നാൽ മനസ്സിലാക്കിയാൽ എളുപ്പമാണ്. നോക്കാം. 12 ഗ്രാം കാർബണിനെ 1 ഗ്രാം അറ്റോമിക മാസ് കാർബൺ എന്ന് വിളിക്കുന്നു. അതായത് കാർബണിൻ്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 6 ആണ്. കാർബണിൻ്റെ അറ്റോമിക നമ്പർ 6 ആണ്. കാർബണിൻ്റെ അറ്റോമിക മാസ് 12 ആണ്. 6 6ഉം 12. കാർബണിൻ്റെ അറ്റോമിക മാസ് 12 ആണ്. ഓക്കെ, അപ്പോൾ ഈ അറ്റോമിക മാസ് 12 ആയതിനെ ഗ്രാമിൽ പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഗ്രാം അറ്റോമിക മാസ് എന്ന് പറയാം. അത്രയേ ഉള്ളൂ. അപ്പോൾ 12 ഗ്രാം കാർബണിനെ 1 ഗ്രാം അറ്റോമിക മാസ് കാർബൺ എന്ന് വിളിക്കുന്നു. അതുപോലെ 16 ഗ്രാം ഓക്സിജനെ 1 ഗ്രാം അറ്റോമിക മാസ് ഓക്സിജൻ എന്ന് വിളിക്കുന്നു. ഓക്സിജൻ്റെ അറ്റോമിക മാസ് ഞാൻ പറഞ്ഞു തന്നില്ലേ, എത്രയാണ്? 16 ആണ്. ഈ 16 എന്താണ്? 1 ഗ്രാം അറ്റോമിക മാസ് ഓക്സിജൻ ആണ്. 1 GAM ഓക്സിജൻ ആണ്. ഈ കോളത്തിലുള്ളത് നോക്കുക. ഒരു മൂലകത്തിൻ്റെ അറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാം ആ മൂലകത്തിനെ അതിൻ്റെ 1 ഗ്രാം അറ്റോമിക മാസ് എന്ന് വിളിക്കുന്നു. ഇതിനെ 1 ഗ്രാം ആറ്റം എന്നും ചുരുക്കി വിളിക്കാം. ഓക്കെ, കോളം നോക്കുക. മൂലകം, അതിൻ്റെ അറ്റോമിക മാസ് ഗ്രാമിലുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ കാർബണിൻ്റെ അറ്റോമിക നമ്പർ നമുക്കറിയാം എത്രയാണ്? 6 ആണ്. കാർബണിൻ്റെ അറ്റോമിക നമ്പർ 6 ആണ്. അറ്റോമിക മാസ് അതിൻ്റെ ഇരട്ടി 12. എല്ലാം ഒന്നും ഇരട്ടി ആവില്ല കേട്ടോ, ചില മൂലകത്തിൻ്റെത് മാറ്റമുണ്ട്, എന്നാൽ കൂടുതലും ഇരട്ടിച്ച് വരുന്നതാണ് അറ്റോമിക മാസ്. ഇനി അത് ഗ്രാമിൽ പറയുമ്പോൾ എന്താണ്? 12 ഗ്രാം ആണ്. അപ്പോൾ അതെന്താ? 1 GAM ആണ്. 1 ഗ്രാം അറ്റോമിക് മാസ് ആണ്. 6.022 × 10⁻23 ആറ്റങ്ങളാണ് അതിലുള്ളത്. ഓക്കെയാണ്. അടുത്തത് ഓക്സിജൻ. ഓക്സിജൻ്റെ അറ്റോമിക നമ്പർ 8 ആണ്. ഓക്സിജൻ 8 ആണ്. അറ്റോമിക മാസ് 16. അതിൻ്റെ ഇരട്ടി വന്നേ 16. ഗ്രാമിൽ പറയുമ്പോൾ 16 ഗ്രാം. അതെന്താണ്? 1 GAM ആണ്. 1 GAM ആണ്. 6.022 × 10⁻23 ആറ്റങ്ങൾ ആണ് ഉള്ളത്. ഇനി നൈട്രജൻ്റെ അറ്റോമിക നമ്പർ 7 ആണ്. നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 ആണ്. അറ്റോമിക മാസ് 14 ആണ്. മാസ് ഗ്രാമിൽ പറയുമ്പോൾ എത്ര വരും? 14 ഗ്രാം വരും. 14 ഗ്രാം വരും. 1 GAM ആണ്. 6.022 × 10⁻23 ആറ്റങ്ങളാണുള്ളത്. ഇനി ക്ലോറിൻ ആണെങ്കിൽ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ മാറ്റം ഉണ്ടെന്ന്. ക്ലോറിൻ്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 17 ആണ് അല്ലേ? 17 ആണ്. ക്ലോറിൻ വരുന്നത് 17 ആണ്. പക്ഷേ അതിൻ്റെ അറ്റോമിക മാസ് എത്രയാ? 35.5 ആണ്. അതൊന്ന് പഠിച്ചു വെക്കണേ. 35.5 ആണ് ക്ലോറിൻ്റെ അറ്റോമിക മാസ്. ഗ്രാമിൽ പറയുമ്പോൾ 35.5 ഗ്രാം എന്ന് പറയാം. 1 GAM ആണ്. 6.022 × 10⁻23 ആറ്റങ്ങളാണ് അതിലുള്ളത്. ഇതാണ് ഗ്രാം അറ്റോമിക് മാസ്. ഓക്കെ, ഇനി അതിൻ്റെ തന്നെ ഒരു ബാക്കി വരുന്നതാണ്. ഒന്ന് വായിച്ച് നോക്കിയിട്ട് പോവാം. 1 GAM കാർബൺ എന്നാൽ 12 ഗ്രാം കാർബൺ ആണല്ലോ, നമ്മൾ പഠിച്ചു അല്ലേ? 1 GAM കാർബൺ എന്നാൽ 12 ഗ്രാം കാർബൺ ആണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം 6.022 × 10⁻23 ആണെന്നും അറിയാം.
മറ്റു മൂലകങ്ങളുടെയും ഒരു GAM എടുത്താൽ ആറ്റങ്ങളുടെ എണ്ണം എത്ര തന്നെയായിരിക്കും? 6.022 × 10⁻23 തന്നെയായിരിക്കും. 1 ഗ്രാം അറ്റോമിക മാസ് ഏത് മൂലകം എടുത്താലും അതിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം 6.022 × 10⁻23 ആയിരിക്കും. അതാണ് നമ്മളിവിടെ എല്ലാം ഒരു GAM അല്ലേ എടുത്തിരിക്കുന്നത്. അതിലൊക്കെ ആറ്റങ്ങളുടെ എണ്ണം എത്ര കിട്ടിയത്? 6.022 × 10⁻23 കിട്ടിയിരിക്കുന്നത്. അത് തന്നെയാണ് അപ്പുറം പറയുന്നത്. അപ്പോൾ 1 ഗ്രാം അറ്റോമിക മാസ് ഏത് മൂലകം എടുത്താലും അതിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം 6.022 × 10⁻23 ആയിരിക്കും. ഈ സംഖ്യ അവോഗാഡ്രോ സംഖ്യ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് അവോഗാഡ്രോ സംഖ്യ? ഇതാണ് 6.022 × 10⁻23 ആണ് അവോഗാഡ്രോ സംഖ്യ. ഇതിനെ നമുക്ക് Na എന്ന് വിളിക്കാം. Na. ഓക്കെ. ഇനി ഒരു GAM സോഡിയം എന്നാൽ 23 ഗ്രാം സോഡിയമാണ്. ഒരു GAM സോഡിയം 23 ഗ്രാം സോഡിയമാണ്. അതിൽ 6.022 × 10⁻23 ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു. നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് പറയുന്നത്. ഓക്കെയാണ്. എങ്കിൽ 46 ഗ്രാം സോഡിയം എത്ര GAM ആയിരിക്കും? 46 എന്ന് പറയുമ്പോൾ എന്താണ്? 23ൻ്റെ ഇരട്ടിയാണ് അല്ലേ? അതെത്രയായിരിക്കും? 2 ഗ്രാം ആയിരിക്കും. 2 GAM ആയിരിക്കും. അത്രയേ ഉള്ളൂ. എളുപ്പമാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ്റെ ആവശ്യമൊന്നുമില്ല. അവരൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഗ്രാം അറ്റോമിക മാസുകളുടെ എണ്ണം കാണാൻ തന്നിരിക്കുന്ന മാസ് ഗ്രാമിൽ, അതായത് ഈ 46 ഗ്രാം ഉണ്ടല്ലോ, അത് എഴുതുക. ഡിവൈഡഡ് ബൈ മൂലകത്തിൻ്റെ GAM എഴുതുക. അതായത് 23 എഴുതി. അതാണ്. ഇനി മോളിക്കുലാർ മാസ്. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത് ഗ്രാം അറ്റോമിക് മാസ് ആണ്. ഇതേമാതിരി മോളിക്കുലാർ മാസും ഗ്രാം മോളിക്കുലാർ മാസും കണ്ടുപിടിക്കാം. സ്വതന്ത്രാവസ്ഥയിൽ മൂലകങ്ങളും സംയുക്തങ്ങളും തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. താഴെ തന്നിരിക്കുന്ന പട്ടികയിലെ തന്മാത്രകളുടെ രാസസൂത്രവും മോളിക്കുലാർ മാസും തിരിച്ചറിഞ്ഞ് വിട്ടുപോയവ പൂർത്തിയാക്കുക. അറ്റോമിക മാസ് ഹൈഡ്രജൻ്റെ തന്നിട്ടുണ്ട്, 1 ആണ്. ഹൈഡ്രജൻ്റെ അറ്റോമിക മാസ് 1 ആണ്. ഓക്സിജൻ്റെത് 16 ആണ്. നൈട്രജൻ്റെത് 14 ആണ്. നമ്മൾ അപ്പുറം പഠിച്ച അതേ കാര്യം തന്നെയാണിത്. ഓക്കെ. ഇനി മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണം. ഹൈഡ്രജൻ തന്മാത്രയാണ്. തന്മാത്ര വരുമ്പോൾ എങ്ങനെ എഴുതണം? H2 അല്ലേ? H2 ആണ്. 2 ആറ്റമാണ് ഇതിലുള്ളത്. അപ്പോൾ ഒരാറ്റത്തിൻ്റെ അറ്റോമിക മാസ് പറയുമ്പം അത് 1 ആണ്. 2 എണ്ണം വന്നതുകൊണ്ട് 1 + 1 2. ഇനി ഓക്സിജൻ ആണെങ്കിൽ 1ൻ്റെത് 16 ആണ്. 2 എണ്ണം വരുമ്പം 16ഉം 16ഉം 32. ഇനി നൈട്രജൻ വന്നാലോ? 14ഉം 14ഉം 28. ജലമാണ് കൊടുത്തിരിക്കുന്നത് H2O. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ലേ? 2 + 16 ആണ് വരുന്നത്, 18. ടോട്ടൽ 18. ഇനി അമോണിയ ആണെങ്കിൽ NH3. നൈട്രജൻ്റെത് എത്രയാണ് അറ്റോമിക് മാസ്? 14 ആണ്. 14ഉം ഹൈഡ്രജൻ്റെ 3ഉം 27 ആണ് വരുന്നത്. ഓക്കെ. ഇനി തന്മാത്രകളുടെ എണ്ണം. മൂലകങ്ങളുടെയും സംയുക്തങ്ങളുടെയും മാസും അതിലടങ്ങിയ തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം എന്താണ്? ചുവടെ തന്നിരിക്കുന്ന പട്ടിക വിശകലനം ചെയ്ത് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ നമ്മൾ ഗ്രാം അറ്റോമിക മാസ് എങ്ങനെ പഠിച്ചോ അതേമാതിരി തന്നെയാണ് ഇതും പഠിക്കേണ്ടത്. നോക്കാം. ഹൈഡ്രജൻ മോളിക്കുലാർ മാസ് 2 ആണ്. നമ്മൾ ഇപ്പുറം പഠിച്ചു അല്ലേ? 2 ആണ് കണ്ടുപിടിക്കുന്നത്, പഠിച്ചു. അത് ഗ്രാമിൽ എഴുതുമ്പം 2 ഗ്രാം എന്നെഴുതാം. അതെന്താണ്? ഒരു GMM ആണ്. ഹൈഡ്രജൻ തന്മാത്രയല്ലേ, അതുകൊണ്ടാണ് നമ്മൾ GMM ഗ്രാം മോളിക്കുലാർ മാസ് എന്നെഴുതുന്നത്. അതിൽ 6.022 × 10⁻23 ഹൈഡ്രജൻ തന്മാത്രകളുണ്ട്. തന്മാത്രകൾ. ഓക്സിജൻ നോക്കാം. ഓക്സിജൻ മോളിക്കുലാർ മാസ് നമ്മൾ കണ്ടുപിടിച്ചു 32. അത് ഗ്രാമിൽ എഴുതുമ്പം 32 ഗ്രാം ആണ്. ഒരു GMM ആണ്. അതിൽ 6.022 × 10⁻23 O2 തന്മാത്രകളുണ്ട്. നൈട്രജൻ മോളിക്കുലാർ മാസ് 28, ഗ്രാമിലുള്ള മാസ് 28 ഗ്രാം. ഒരു GMM ആണ്. അതിൽ 6.022 × 10⁻23 നൈട്രജൻ തന്മാത്രകളുണ്ട്. ജലം എടുക്കുകയാണെങ്കിൽ അത് 18 ആണ് മോളിക്കുലാർ മാസ് വരുന്നത്. ഗ്രാമിലുള്ളത് 18 ഗ്രാം. ഒരു GMM ആണ്. 6.022 × 10⁻23 H2O തന്മാത്രകളാണ് അതിലുള്ളത്. അമോണിയയുടെ മോളിക്കുലാർ മാസ് നമ്മളിവിടെ 27 എന്ന് എഴുതിയതല്ലേ? അത്
17 നൈട്രജൻ്റെ 14 പ്ലസ് 3 ഹൈഡ്രജൻ അല്ലേ, 17 വരുന്നത്. അപ്പോൾ അമോണിയ 17 മോളിക്കുലർ മാസ്, 17 ഗ്രാം, 1 GMM ആണ്. 6.022 × 10⁻23 അമോണിയ NH3 തന്മാത്രകളാണ് അതിൽ ഉള്ളത്. ഓക്കെ, ഒരു പദാർത്ഥത്തിൻ്റെ മോളിക്കുലർ മാസിന് തുല്യമായ അത്രയും ഗ്രാം ആ പദാർത്ഥത്തെ 1 ഗ്രാം മോളിക്കുലർ മാസ് എന്ന് വിളിക്കുന്നു. 1 GMM ഏത് പദാർത്ഥം എടുത്താലും അതിൽ അവോഗാഡ്രോ സംഖ്യയ്ക്ക് തുല്യമായ എണ്ണം തന്മാത്രകൾ ഉണ്ടാകും. 6.022 × 10⁻23 എന്താണോ എടുത്തിരിക്കുന്നത് അത്രയും തന്മാത്രകൾ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ട് ഇതുവരെ പഠിച്ചതെന്ന് എഴുതിയിട്ടുണ്ട്. നൈട്രജൻ അതിൻ്റെ അറ്റോമിക് നമ്പർ 7 ആണ്. അറ്റോമിക് മാസ് എത്രയാണ്? 7ൻ്റെ ഇരട്ടി 14 വരുന്നത്. അതെന്താണ്? 1 GAM ആണ്, 1 ഗ്രാം അറ്റോമിക് മാസ് ആണ്. അതിൽ 1 മോൾ നൈട്രജൻ ആറ്റമാണ് ഉള്ളത്. 1 മോൾ നൈട്രജൻ ആറ്റമാണുള്ളത്. 6.022 × 10⁻23 നൈട്രജൻ ആറ്റങ്ങൾ. ഇനി മോളിക്കുലർ മാസ് ആണ് കാണേണ്ടത് എങ്കിലോ, നൈട്രജൻ മോളിക്യൂൾ ആണെങ്കിൽ അത് 28, മോളിക്കുലർ മാസ് 28 അതായത് 14 × 2 അല്ലേ, 14 × 2 28 വരുന്നത്. അതെന്താണ്? 1 GMM ആണ്. അതിൽ 1 മോൾ N2 തന്മാത്രകളാണുള്ളത്. 6.022 × 10⁻23 N2 തന്മാത്രകളാണ് അതിലുള്ളത്. ഓക്കെ, ഇനി അത് തന്നെയാണ് പറയുന്നത്. 28 ഗ്രാം നൈട്രജൻ എടുത്താൽ N2 എന്താണ്? തന്മാത്രയാണ് അല്ലേ, 28 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. 28 ഗ്രാം എന്ന് പറയുമ്പോൾ അത് 1 GMM നൈട്രജൻ ആണ്. അതിൽ 6.022 × 10⁻23 തന്മാത്രകളുണ്ട്. 1 മോൾ N2 തന്മാത്രകൾ. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ആറ്റം ആണെങ്കിൽ എന്താണ്? 14 വരുള്ളൂ. അപ്പോൾ എന്താണ് തന്മാത്ര ആയതുകൊണ്ട് 28 വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ 2 ഗ്രാം ആണ് വരുന്നത്. 2 ഗ്രാം നൈട്രജൻ, 2 × 6.022 × 10⁻23 ആറ്റങ്ങൾ, 2 മോൾ നൈട്രജൻ ആറ്റങ്ങളാണ് വരുന്നത്. ഓക്കെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ, ക്ലോറിൻ, ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ, കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ. വരുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആണ്. പഞ്ചസാര എങ്ങനെ എഴുതുന്നേ? C12H22O11 ആണ് പഞ്ചസാര. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇനി ഗ്ലൂക്കോസ് ആണെങ്കിൽ C6H12O6 ആണ്. C6H12O6 ആണ് ഗ്ലൂക്കോസ്. പഞ്ചസാര C12H22O11 ആണ്. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി നമ്മൾ ഇന്നലെ പഠിച്ചതിലുണ്ട്. 5 ഹെഡ്സ്, 200 ഹെഡ്സ്, 20 ഹെഡ്സ്, 40 ഹെഡ്സ്. വരുന്നത് 20 ഹെഡ്സ് ആണ്. 20 ഹെഡ്സ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂള്, ന്യൂട്ടൺ, വാട്ട്, മീറ്റർ. ഏതാണ്? ജൂളാണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂളാണ്. പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. പവർ വാട്ടാണ്. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ബലം ന്യൂട്ടൺ. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഏത്? സംവഹനം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. ഇന്നലെ പഠിച്ചതിലുണ്ട്. ഇനി അതിനെപ്പറ്റി അധികം പറയുന്നില്ല. ഒരു വസ്തു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. ഇന്നലെ പറഞ്ഞതാണ്. ഓക്കെ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തി എഴുതുക. സൗരോർജം, കാറ്റ്, തിരമാല, കൽക്കരി. കൂട്ടത്തിൽ പെടാത്തത് കൽക്കരിയാണ്. കൽക്കരി എന്താണ്? പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. ബാക്കിയുള്ളവ പാരമ്പര്യ ഇതര ഊർജ്ജ സ്രോതസ്സാണ്. അപ്പോൾ നമ്മൾ സയൻസ് ഭാഗത്ത് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കിക്കഴിഞ്ഞു. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തിടാം. ഉപകാരപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.